ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂണും ആയിട്ടില്ല. സമയം ഒരു 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ നമ്മുടെ പപ്പായ കൊണ്ടൊരു തോരനും പിന്നെ ഒരു കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി പപ്പായ കൊണ്ടല്ല. അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിലുണ്ടായ പപ്പായ എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്യുന്നതെന്ന്. ഞാനിന്നൊരു വെറൈറ്റി രീതിയിലാണ് പപ്പായനെ കൊണ്ട് വറവുണ്ടാക്കുന്നത്. വറവ് അല്ലെങ്കിൽ തോരൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചോപ്പറിൻ്റെ അകത്തിട്ട് നല്ല കുനാന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. നല്ല വലിപ്പത്തിൽ മുറിച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റാണ് ഇതുപോലെ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ക്യാബേജ് തോരനെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിൻ്റെ മാത്രമല്ല, ഒരു എളുപ്പപ്പണി കൂടിയായി ഇത്. പിന്നെ ഇതിൻ്റെ അകത്തിട്ട് അങ്ങ് അടിക്കുമല്ലേ വേണ്ടു. കുറേ ടൈം ഇരുന്ന് മുറിക്കേണ്ട കാര്യമില്ലല്ലോ, അത് വേറെ ഒരു കാര്യം. അപ്പോൾ അതൊരു എളുപ്പപ്പണിയാണല്ലേ, ശരിയാ. വേഗത്തിൽ നമുക്ക് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അടുക്കളയിലുണ്ടെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യാൻ, ഇനി എന്ത് വെജിറ്റബിൾ ആയാലും, ഉള്ളിയാണോ, ക്യാരറ്റ്, ബീട്രൂട്ട്, അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും ഈ സംഭവം ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഒന്നൊരു വള്ളിയുള്ളതാണ്. വള്ളി വലിച്ച് അവസാനം വള്ളി പൊട്ടിപ്പോയി. സോ ആ വള്ളിയുള്ളത് അങ്ങനെ എനിക്ക് കൂടുതൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരു 3 എങ്കിലും ഞാൻ ചരടുള്ളത് വലിക്കുന്നതുണ്ടായിനി. അപ്പോൾ അത് 3 എൻ്റെത് പോയി. അപ്പോൾ ആ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല. പിന്നെ ഞാൻ നേരെ മാറ്റി മീഷോന്ന് ഇതുപോലുള്ള പ്രസ്സർ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ ഒരു പരീക്ഷണം പോലെ ഒന്ന് വാങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്കൊരു ഓംലെറ്റെല്ലാം അടിക്കണമെങ്കിൽ പെട്ടെന്ന് വെറുതെ ടൈം കട്ട് ചെയ്ത് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് സമയം കളയുന്നത് ഈ ചോപ്പർ ഉണ്ടെങ്കിൽ എല്ലാം കൂടി അതിൻ്റെ അകത്തിട്ട് മുട്ടയും പൊട്ടിച്ചിട്ട് 2 അടിക്കൽ അടിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ പുതിയ ആളല്ല, നമ്മുടെ പതിവ് ഐറ്റം നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് എടുത്തത്. ഞാൻ ഫുഡൊക്കെ തോരനായാലും മറ്റുള്ള കറികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ പാനിലും ചീനച്ചട്ടിയിലും എൻ്റെ അടുത്ത് കുറേ വെറൈറ്റി ഇരുമ്പിൻ്റെ പാത്രങ്ങളുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി കടുക് പൊട്ടിച്ച് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വറവിടാം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി. ഇനിയിപ്പം എൻ്റെ അടുത്ത് കറിവേപ്പിലയൊന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഉണക്കമുളകിട്ട് കടുക് പൊട്ടിച്ച് നമ്മുടെ സാധനം ആളെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് തട്ടിക്കോളുക. പിന്നെ ഒരു പണിയില്ല. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. വറവിലേക്ക് നമ്മുടെ ഇതിപ്പം കണ്ടാൽ ആരെങ്കിലും പറയുമോ പപ്പായ ആണെന്ന്? ജസ്റ്റ് നമ്മുടെ ക്യാബേജിൻ്റെ എല്ലാം ഒരു ലുക്ക് വന്നിട്ടുണ്ടല്ലേ. ശരിക്കും ഒരു വറവുണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളി സവാളയൊക്കെ മുറിച്ചിടാം. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. സവാളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫ്ലേവർ മാറും. നമ്മുടെ പപ്പായൻ്റെ ഫ്ലേവർ മാറിയിട്ട് അതൊരു ക്യാബേജിൻ്റെ ഫ്ലേവറിലേക്ക് പോകും. അപ്പം ഞാൻ അതുകൊണ്ട് ഉള്ളി ഇട്ടിട്ടില്ല. പച്ചമുളകും മഞ്ഞളും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നല്ലോണം അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നല്ലോണം ഉപ്പെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി നമുക്കൊന്ന് തട്ടിപ്പൊത്താം. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത് എൻ്റെ ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല, എനിക്കിഷ്ടമാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പുതിയ റെസിപ്പീസ് എനിക്ക് അറിയുന്ന പുതിയ ഐറ്റംസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ കാണുന്നത് മാത്രമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്.
അപ്പം നമ്മുടെ വറവ് അവിടെ നിന്ന് ആവട്ടെ. ഞാനപ്പം ഇപ്പുറത്ത് കുക്കറിൻ്റെ അകത്ത് നമ്മുടെ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിൻ്റെ അകത്ത് നമ്മുടെ പരിപ്പ്, ഒരു സാമ്പാർ, ചെറിയൊരു സാമ്പാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പരിപ്പ് കറി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് നല്ലോണം വെന്തിട്ട് വന്നിട്ടുണ്ട്. പരിപ്പ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇപ്പോൾ ഡാർപ്പ് ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ലൈവ് വീഡിയോ ചെയ്യണം എന്നെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തുതരാൻ ആളില്ല. അപ്പോൾ ഞാൻ തന്നെ സ്വയം ഒരു സ്റ്റാൻഡെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ട്രൈപോഡൊന്നും ഇല്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ എല്ലാ തയ്യാറെടുപ്പും കൂടി എടുത്ത് നമുക്ക് സക്സസ് ആവണമെന്നില്ല. സോ ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന പോലെ ചെറിയ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഫോൺ വെച്ച് നമുക്ക് ഒന്ന് നോക്കി എങ്ങനെയുണ്ട് വീഡിയോസിൻ്റെ എല്ലാം ഒരു രീതിയിൽ അത് നോക്കിയിട്ട് നമുക്ക് ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ഉപയോഗിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ തോരൻ, നല്ല അടിപൊളി തോരനാണ്. ഒന്നും വേണ്ട, നമുക്ക് കറിയും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ഡിഷാണ് ഈ പപ്പായ തോരൻ. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പല പച്ചക്കറികൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ക്യാബേജ് ആണെങ്കിൽ പോലും ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള നമ്മുടെ കാമ്പ്, നമ്മുടെ കറി ഇതെല്ലാം ഈ ഒരു ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്ത കിടിലനാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറി, നമ്മുടെ പപ്പായ തോരൻ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോരൻ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ആരും ഇങ്ങനെ പപ്പായ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. നല്ലോണം കട്ട് ചെയ്തിട്ടാണ് സാധാരണ ഉണ്ടാക്കല്. ഇത് ഞാൻ എൻ്റെ ചോപ്പറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ആക്കിയതാണ്. ഉച്ചയൂണിന് ഇന്ന് നല്ല പരിപ്പ് കറി, കർമൂസ് വറവ്. നമ്മുടെ ഇവിടെ കണ്ണൂർ കർമൂസ് എന്നാണ് പറയുക. പപ്പായ എന്ന് പറയും, പപ്പക്കായ എന്ന് പറയും. നമ്മൾ കർമൂസ് എന്നാണ് പറയുക. അപ്പോൾ ഇനി ചെറുതായിട്ടൊരു ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും, അതും കൂടി ആയാലും ഉച്ചയൂണ് റെഡി. അപ്പോൾ ഇതാ മീൻ വറുക്കാനായിട്ട് നല്ല അടിപൊളി നമ്മുടെ നെത്തോലിയാണ് കിട്ടിയത്. നെത്തോലി എന്ന് പറയും സ്റ്റാൻഡേർഡായിട്ട്, നമ്മുടെ ലോക്കൽ ഭാഷയിൽ നത്തളെന്നും പറയും. അപ്പോൾ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നെത്തോലി ഫ്രൈയും ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടമില്ലാത്തത് എന്നാന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. എൻ്റെ വീട്ടിൽ 2 പൂച്ചകളുണ്ട്, ഒരു വലിയ പൂച്ചയും ഒരു ചെറിയ പൂച്ചയും. 2 പൂച്ചകൾക്കും മീനില്ലാണ്ട് ഫുഡ് ഇറങ്ങില്ല. അപ്പം മീൻ മസ്റ്റാണ്. അതുകൊണ്ട് കുഞ്ഞു മീനുകളാവുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമാണ്. ഇതുപോലെ നെത്തലെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മുള്ളോടെ അങ്ങ് ചവച്ച് തിന്നോളും. അപ്പം ഏറ്റവും ഹെൽത്തിന് ബെനിഫിറ്റുള്ള ഒരു മീനാണല്ലോ. ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണം വളരെ വലുതാണ്. അപ്പം നമ്മൾ നെത്തോലി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മുളക്, മഞ്ഞൾ, ഉപ്പ്. ഞാൻ അധികം മസാലയൊന്നും ചേർക്കാറില്ല. മുളക്, മഞ്ഞൾ, ഉപ്പ് ഇത് മാത്രം. പിന്നെ നമുക്ക് വേണ്ടിയെങ്കിൽ കോൺഫ്ലവർ വേണമെങ്കിൽ കുറച്ച് ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം കോൺഫ്ലവർ ഇട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കും. അതിനുശേഷം നമ്മുടെ പാൻ ചൂടായിട്ടാകുമ്പം ആ പാനിലിട്ട് നല്ലോണം വറുത്തങ്ങെടുക്കും. പിന്നെ ഒരുപാട് അങ്ങനെ എണ്ണ ഉപയോഗിക്കില്ല. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ഇതായതുകൊണ്ട് അങ്ങനെ അധികം ഞാൻ എണ്ണയിൽ അങ്ങനെ വറുത്ത് കൊടുക്കില്ല. ഇതുപോലെ ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് കാണിക്കൽ മാത്രമാണ്. നമ്മൾ ഡെയിലി മീനൊക്കെ വറുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിൽ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് അതൊരു ശീലമാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് എണ്ണ പോർന്നിട്ട് ഇതുപോലെ അങ്ങ് നല്ലോണം ഡ്രൈ ആയിട്ട് പൊരിച്ചങ്ങ് എടുക്കും. അപ്പോൾ തിന്നുമ്പോൾ നല്ല കറുമുറാന്നിരിക്കണം അവർക്ക്. അങ്ങനെയാണെങ്കിൽ അവർ പരമാവധി ചോറ് തിന്നും.
അപ്പോൾ ചെറിയാൾക്ക് ഇന്നത്തിൽ അത്ര വലിയ കാര്യമല്ല, എന്നാലും ഞാൻ അതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് കുറച്ച് നുള്ളി ഇങ്ങനെ എടുത്ത് ചോറിൻ്റെ കൂടെയെല്ലാം മിക്സ് ചെയ്തിട്ട് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചക്കേത്ത വിഭവം ഇതാണ്: നെത്തോലി ഫ്രൈ, പരിപ്പ് കറി, അതുപോലെ തന്നെ നമ്മുടെ കർമൂസ് വറവ്. അപ്പോൾ കൂടെ ഒരു ചമ്മന്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ചമ്മന്തിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം അത് സിമ്പിൾ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ നെത്തൽ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുക. താങ്ക് യു.